സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ ഈ വർഷത്തെ സൂപ്പർ കപ്പും തീരുമാനമായ സ്ഥിതിക്ക് ഇനി നമ്മുടെ ആകെയുള്ള അല്ലെങ്കിൽ മെയിൻ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗ് ആണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ആ ഒരു നെക്സ്റ്റ് ഫേസ് വരുമ്പോൾ അവിടുത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻക്ലൂഷൻ ഫെഡർ സെർണിച്ച് എന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പ്ലെയർ ആണ്. നമ്മുടെ അഡ്രിയ ലൂണയ്ക്ക് ഒരു റീപ്ലേസ്മെന്റ് എന്ന രീതിയിൽ ടീമിലേക്ക് വന്നിട്ടുള്ള ഒരു പ്ലെയർ. സോ അദ്ദേഹത്തിനെ പറ്റി നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. പക്ഷേ ഇനിയുള്ള ചോദ്യം, ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ അദ്ദേഹം വരുമോ, അല്ലെങ്കിൽ എവിടെയായിരിക്കും അതിന് പോസ്റ്റും കിട്ടുക, ഏത് റോളായിരിക്കും അതിന് ഇവാൻ ഊക്കമനോസ് ഏൽപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. ഇതെല്ലാം തീർത്തും കോച്ചിന്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ പറഞ്ഞിരുന്നു, ലൂണ പോലെ അല്ലാതെ കുറച്ചുകൂടി ഒരു ജോഷോ സിറ്റീരിയോ ടൈപ്പ് ഓഫ് ഒരു പ്ലെയർ ആണ്. സോ സിറ്റീരിയോ നമ്മുടെ ടീമിൽ കളിച്ചിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടിയേനെ സെർണിച്ച് എവിടെയായിരിക്കും കളിക്കുക എന്നുള്ളത്. അതില്ലാത്തത് കൊണ്ട് ഇതൊരു സർപ്രൈസ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഗെയിം സ്റ്റൈലും ആ ഒരു മാച്ചസ് ഒക്കെ കണ്ടതിന് ശേഷം നമ്മുടെ ജസ്റ്റ് ഒരു ഒബ്സർവേഷനിൽ നിന്ന് വരുന്ന ഒരു പ്രഡിക്ഷൻ ആയിട്ട് ഇതിനെ കണ്ടാൽ മതി. ബ്ലാസ്റ്റേഴ്സിൽ എവിടെയായിരിക്കും ഇനി വരുന്ന സെക്കൻഡ് ഫേസിൽ സെർണിച്ചിന്റെ ആ ഒരു സ്ഥാനം, അതിന്റെ റോൾ എന്തായിരിക്കും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്. സോ നമുക്കറിയാവുന്ന ഒരു കേസാണ് സെർണിച്ച് എന്ന് പറയുന്നത്. കുറച്ചുകൂടി ഒരു വിങ്ങർ സ്ട്രൈക്കർ ടൈപ്പ്. നമുക്കൊരു 4-4-2 ദേസുക്കെയോ ലൂണയോ അവർക്ക് പോഷൻ കിട്ടുന്നത് പോലെ 4-4-2 ആ ഒരു എക്സ്ട്രീം വിങ്ങിൽ കളിപ്പിക്കാനും, അതേപോലെ തന്നെ നമ്മുടെ ദിമിത്രോസിനെയും പെപ്രയും ഉപയോഗിക്കുന്നത് പോലെ രണ്ടിൽ ഒരാൾക്ക് പകരക്കാരനായിട്ട് ദിമിത്രോസിനൊപ്പമോ പെപ്രയ്ക്കൊപ്പമോ കളിപ്പിക്കാൻ പറ്റുന്ന ഒരു സപ്പോർട്ടിംഗ് സ്ട്രൈക്കർ എന്ന രീതിയിൽ കളിപ്പിക്കാനും പറ്റുന്ന രീതിയിൽ സെർണിച്ചിനെ കാണുന്നുണ്ട് അതിന്റെ പ്രീവിയസ് സീസൺസിലേക്ക്. സോ മെയിൻ ആയിട്ട് ഈ രണ്ട് പോസ്റ്റിനാണുള്ളത്. പക്ഷേ ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്, നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിച്ചു പോരുന്ന ഒരു ലൈനപ്പ് ഉണ്ട്, ഒരു സ്റ്റാർട്ടിംഗ് 11 ഉണ്ട്. അവിടെ നമ്മുടെ 2 ഫോറിൻ സെന്റർ ബാക്കും 2 ഫോറിൻ സെന്റർ ഫോർവേഡ്സും ഉണ്ട്. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് മിഡിൽ ഒരു ഫോറിൻ പ്ലെയറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ദേസുക്കെ ബെഞ്ചിലാണ്. ആ ഒരു സാഹചര്യം തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിലും ഇവാൻ ഊക്കമനോസ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇനി വല്ല പരിക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തുടർ തോൽവികളോ വരാത്ത പക്ഷം ആ ഒരു ലൈനപ്പ് അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പ് മാറ്റാൻ ഇവൻ തയ്യാറാവും എന്ന് തോന്നുന്നില്ല. അങ്ങനെ വരുമ്പോൾ കാര്യം വളരെ സിമ്പിൾ ആണ്. പിന്നെ അവിടെ സെർണിച്ചിന് ഒരു സ്ഥാനമുള്ളത് ദിമിത്രോസിന് പകരമോ പെപ്രയ്ക്ക് പകരമോ ഇറങ്ങുക എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാവുന്ന ഒരു കേസാണ്, ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ വൈകി വരുന്ന ഒരു പ്ലെയർ ആണ്. സോ തുടക്കം തന്നെ സ്റ്റാർട്ടിംഗ് 11ലേക്ക് വരാനുള്ള സാധ്യതകൾ കുറവാണ്. ഈ പറഞ്ഞ പോലെ ഒന്ന് സെറ്റായി ഒരു സബ്ബായിട്ട് ISL തുടക്കം കുറിക്കാനാണ് സെർണിച്ചിനും സാധ്യതകൾ കൂടുതലുള്ളത്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നമ്മളൊരു ഇന്ത്യൻ സ്ട്രൈക്കർ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡിൽ നമുക്ക് കൊണ്ടുവരാം. അങ്ങനെയുള്ള ഒരു ഓപ്ഷനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞ പോലെ ഏത് പോസ്റ്റിലാണോ അദ്ദേഹത്തെ ഇറക്കുന്നത് അവിടുത്തെ അതിന്റെ പെർഫോമൻസിനനുസരിച്ചിരിക്കും ഈ പറഞ്ഞ പോലെ സെർണിച്ചിന്റെ ഫ്യൂച്ചർ. വിങ്ങിലാണ് അദ്ദേഹത്തെ ആദ്യമേ ഇറക്കുന്നത്, അവിടെയാണ് അദ്ദേഹം പെർഫോമൻസ് കൊണ്ട് നമ്മളെ ഞെട്ടിക്കുന്നതെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും ഇവാൻ ഊക്കമനോസ് വിങ്ങിൽ തന്നെയായിരിക്കും സെർണിച്ചിനെ പരീക്ഷിക്കാൻ ശ്രമിക്കുക. അതല്ലാത്ത പക്ഷം ഈ പറഞ്ഞ പോലെ സ്ട്രൈക്കിങ്ങിൽ ആ ഒരു ദിമിത്രോസിനോ പെപ്രയ്ക്കോ പകരക്കാരനായിട്ട് ഉപയോഗിക്കാനുള്ള സാധ്യതകളാണ് കൂടുതലും കാണുന്നത്. സോ രണ്ടിൽ ഏതായാലും നമ്മുടെ സക്കായുടെ കാര്യം ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ സെർണിച്ച് കൂടി പെർഫോമൻസ് കൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സക്കായുടെ അവസരങ്ങൾ അല്ലെങ്കിൽ സക്കായുടെ ഗെയിം ടൈം കുറച്ചുകൂടി കുറയാനുള്ള ചാൻസസും കാണുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് ഒരു പോസിബിലിറ്റി ഉള്ളത് ഈ പറഞ്ഞ പോലെ ദിമിത്രോസിനൊപ്പമോ പെപ്രയ്ക്കൊപ്പമോ ഒരു സപ്പോർട്ടിംഗ് സ്ട്രൈക്കർ റോളിൽ സെർണിച്ച് വരിക എന്നുള്ളതാണ്. അങ്ങനെ സെർണിച്ചിനെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അവിടെ അതിന്റെ ഗെയിം സ്റ്റൈലും നിലവിലെ നമ്മുടെ സ്ട്രൈക്കേഴ്സ് ആയിട്ടുള്ള കുറച്ച് സിമിലാരിറ്റീസും കുറച്ച് വ്യത്യാസങ്ങളും അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് സിമിലാരിറ്റീസിലേക്ക് നോക്കാം. നിലവിൽ ദിമിത്രോസിനും പെപ്രയ്ക്കുമുള്ള ആ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റീസിൽ ഏതെല്ലാമാണ് സെർണിച്ചിനും സെയിം ആയിട്ടുള്ളതെന്ന് നോക്കാം. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിന്റെ മൂവ്മെന്റ്സിലുള്ള ഫ്ലെക്സിബിലിറ്റി ആണ്. നമ്മളിപ്പോൾ നമ്മുടെ 2 സ്ട്രൈക്കേഴ്സ് നോക്കുകയാണെങ്കിലും ദിമിത്രോസ് ആണെങ്കിലും പെപ്ര ആണെങ്കിലും ലൂണ പോയതിനു ശേഷം വരുന്ന ഗെയിം സ്റ്റൈൽസിലെല്ലാം ഒരു കോമൺ ഫാക്ടർ കാണാൻ സാധിക്കുന്നത് ഈ സ്ട്രൈക്കേഴ്സിന്റെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മൂവ്മെന്റ് ആണ്. അവർ ഫ്രണ്ടിൽ ആ ഒരു 2 സ്ട്രൈക്കേഴ്സും വൈഡിലേക്കൊക്കെ പോയിട്ട് റൈറ്റിലും ലെഫ്റ്റിലേക്കൊക്കെ പോയിട്ട് പന്ത് റിസീവ് ചെയ്യുന്നതും ഇറങ്ങി വന്ന് പന്ത് റിസീവ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ആ ഒരു അറ്റാക്കിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഈ 2 സ്ട്രൈക്കേഴ്സിനെ കാണാം. ആൻഡ് അവരുടെ അവൈലബിലിറ്റി എന്ന് പറയുന്നതാണ് നമ്മുടെ മുന്നേറ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കീ. ഈ 2 സ്ട്രൈക്കേഴ്സിനെ പൂട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ 2 സ്ട്രൈക്കേഴ്സും അനങ്ങാതായി കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ ബോളുകൾ ഫ്രണ്ടിലേക്ക് വരാത്തൊരവസ്ഥ സൂപ്പർ കപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ആ ഒരു രീതി മാറി വളരെയധികം ഫ്ലെക്സിബിൾ ആയിട്ട് വളരെയധികം അവൈലബിൾ ആയിട്ട് ഈ പറഞ്ഞ പോലെ വിങ്ങിലേക്കും ഡ്രോപ്പ് ചെയ്തൊക്കെ ഇറങ്ങിച്ചെന്ന് അത്തരത്തിലാണ് നമ്മുടെ ദിമിത്രോസും പെപ്രയും ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സിമിലർ ആയിട്ടുള്ള ഗെയിം സ്റ്റൈലാണ് നമ്മുടെ സെർണിച്ചിൻ്റെത്. സെർണിച്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി ആയിട്ട് നമ്മൾ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ മൂവ്മെന്റ്സിലുള്ള ആ ഒരു ഫ്ലെക്സിബിലിറ്റിയാണ്. അദ്ദേഹവും ഈ പറഞ്ഞ പോലെ ഡ്രോപ്പ് ചെയ്തും വിങ്ങിലേക്ക് പോയിട്ടും ഫോർമേഷനിൽ ഒരു പൊസിഷൻ കൊടുത്താലും ലൂണയെ പോലെ തന്നെ ആ പൊസിഷനിൽ നിന്ന് വിട്ട് മറ്റു പൊസിഷനിലേക്ക് പോകാനും അവിടെ നിന്ന് അവൈലബിൾ ആയി സ്പേസ് കണ്ടെത്തി പന്ത് റിസീവ് ചെയ്യാനും ഈ പറഞ്ഞ പോലെ പാസ് ആൻഡ് മൂവ് മെത്തേഡ് വഴി എങ്ങോട്ടേക്ക് വേണമെങ്കിലും ഒരു പ്രഡിക്ഷൻ ഇല്ലാതെ മൂവ്മെന്റ് നടത്താൻ പറ്റുന്ന ഒരു പ്ലെയറിനെ പോലെയാണ് സെർണിച്ചിനെ ഫീൽ ചെയ്തത്. സോ ഇത് വളരെയധികം ഈ ദിമിത്രോസും പെപ്രയായിട്ട് സാമ്യം തോന്നുന്ന കാര്യമാണ്. അവരെക്കാൾ കുറച്ചുകൂടി ഒരു നമ്പർ 9 ഒരു ടാർഗറ്റ് മാൻ എന്ന രീതിയിലല്ലാതെ കുറച്ചുകൂടി ഒരു ഡ്രോപ്പ് ചെയ്തിട്ടുള്ള ഒരു രീതി വരുമ്പോൾ അതിന് കുറച്ചുകൂടി ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു രൂപം കിട്ടുന്നുണ്ട്. സോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിമിലാരിറ്റി എന്ന് പറയുന്നത് ഈ ഫ്ലെക്സിബിലിറ്റി ആണ്. മിഡ്ഫീൽഡിനും അതുപോലെ തന്നെ നമ്മുടെ ഡിഫൻഡേഴ്സിനും ഫുൾ ബാക്സിനൊക്കെ പ്രത്യേകിച്ച് റീച്ച് ചെയ്യാൻ ഭാഗത്തിന് വൈഡിലേക്കും ഡ്രോപ്പ് ചെയ്തൊക്കെ ഇറങ്ങി നിന്ന് പന്ത് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് സെർണിച്ച്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രസ്സിംഗ് അല്ലെങ്കിൽ ഓഫ് ദ ബോളുള്ള ഇതിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ്. ഈ കാര്യത്തിലും നമ്മുടെ സ്ട്രൈക്കേഴ്സിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോളാണ് നിലവിലുള്ളത്. നമ്മളിപ്പോൾ മുംബൈ സിറ്റി FC ആണെങ്കിലും മോഹൻ ബഗാനെ ആണെങ്കിലും ഈ 2 മാച്ചുകളിലും കണ്ടൊരു കാര്യം, ഈ സ്ട്രൈക്കേഴ്സ്
പ്ലേയേഴ്സിന്റെ പ്രസ്സിങ്, അവരുടെ മാർക്കിംഗ്, അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് നീറ്റായിട്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് അവരെ ബിൽഡപ്പിനെ പരമാവധി റെഡ്യൂസ് ചെയ്ത് പന്ത് റിക്കവർ ചെയ്ത് അറ്റാക്ക് ചെയ്യാനും അവരെ കൊണ്ട് അധികം പ്രശ്നമില്ലാത്ത രീതിയിൽ ഡിഫൻസീവ് തേർഡിൽ അധികം പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ മാറ്റിയതും ഈ ഒരു കാര്യം കൊണ്ടാണ്. സിമിലർ ആയിട്ട് ഇവിടെയും നമ്മൾ നോക്കുകയാണെങ്കിൽ സിർണിസിന് നല്ല രീതിയിൽ പ്രസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. വളരെ അഗ്രസീവായിട്ട് തന്നെ മുന്നോട്ട് കയറിപ്പോയി ക്ലോസ് ഡൗൺ ചെയ്യാനും പന്ത് റിക്കവർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഒരുപാട് നമ്മളത് അതിന്റെ ഓപ്പൺ ആൻഡ് ഹാഫിലുള്ള റിക്കവറീസ് കാണുന്നുണ്ട്. ഈ പറഞ്ഞ വൈഡിലേക്ക് പോയിട്ട് ഒരു പ്ലെയറിനെ പ്രസ് ചെയ്ത് പന്ത് ഒന്നല്ലെങ്കിൽ അദ്ദേഹം ആ പന്ത് റിക്കവർ ചെയ്യും, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് ആ ഒരു പന്ത് വെളിയിലേക്ക് പോകും. അവരുടെ ഡിഫൻസീവ് തേർഡിൽ വെച്ച് തന്നെ പന്ത് റിക്കവർ ചെയ്യാൻ ശ്രമിക്കുന്ന രീതിയിൽ അഗ്രസീവായിട്ട് തന്നെ പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്ന രീതിയിൽ കാണുന്നുണ്ട്. സോ ഇത് വളരെ സൂട്ടബിൾ ആവുന്ന രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ നിലവിൽ ഈ പറഞ്ഞ പോലെ പെപ്പറയ്ക്കോ ദിമിത്രിയോസിനോ പകരം ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ സിമിലർ ആയിട്ട് പ്രസ് ചെയ്യാനും സിമിലർ ആയിട്ട് പാസിംഗ് ലൈൻ കട്ട് ചെയ്യാനും റിക്കവറീസ് നടത്താനും സാധിക്കുന്ന ഒരു പ്ലെയറിനെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെയും നമുക്ക് ഏകദേശം പെപ്പറയോട് അടുത്ത് തന്നെ അത്രയും അഗ്രസീവായിട്ട് പോയി പ്രസ് ചെയ്യുന്ന ആ ഒരു മെന്റാലിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നത്. വർക്ക് റേറ്റിന്റെ കാര്യത്തിലും പെപ്പറയോട് അടുത്ത് നിൽക്കുന്ന രീതിയിൽ തന്നെ അതിന്റെ മെന്റാലിറ്റി മാറുന്നുണ്ട്. സോ അത് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. സോ മെയിനായിട്ട് ഈ രണ്ട് സിമിലാരിറ്റീസ് ആണ് കാണാൻ സാധിച്ചത്. ഇനി ഇവരിൽ നിന്നുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഫിസിക്ക് ഉപയോഗിച്ച് കളിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ദിമിത്രിയോസ് ആണെങ്കിലും പെപ്ര ആണെങ്കിലും ഫിസിക്കാണ് മെയിൻ. ആ ഫിസിക്ക് കൊണ്ടുണ്ടാക്കുന്ന കുറേ അധികം ത്രെഡ്സ് നമുക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കിംഗ് തേർഡിൽ കാണാം. ഇപ്പോൾ പെപ്പറയുടെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ടേൺ ഉണ്ട്. ആ ടേണിന് അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യുന്നത് ആ ഫിസിക്കാണ്. ആ ഒരു ഫിസിക്ക് കൊണ്ട് ഷീൽഡ് ചെയ്ത് ആ ഒരു ഡിഫൻഡറിന് മുന്നോട്ടേക്ക് കയറി വരാൻ പറ്റാത്ത വിധത്തിൽ അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് അതിന് ആ ഒരു ടേൺ വളരെ മനോഹരമായിട്ട് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ ദിമിത്രിയോസിന്റെ കാര്യം പറയാൻ വേണ്ട. അദ്ദേഹം പന്ത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഫിസിക്ക് കൊണ്ട് പന്ത് നഷ്ടപ്പെടുത്താതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്ന ഒരു പ്ലെയറാണ്. സോ ഈ രണ്ട് സ്ട്രൈക്കേഴ്സിനും ഫിസിക്ക് കൊണ്ട് കളിക്കുന്നത് മുംബൈ പോലെ മോഹൻ ബഗാൻ പോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിഫൻഡേഴ്സ് ഉള്ള ടീമുകൾക്കെതിരെ നമുക്ക് ആ ഒരു കൺട്രോൾ കിട്ടാൻ ഈ ഫിസിക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വളരെ അണ്ടർറേറ്റഡ് ആയിട്ട് പോകുന്ന ഒരു ഫാക്ടറാണ് സ്ട്രൈക്കേഴ്സിന്റെ ഫിസിക്ക്. ആ ഒരു കാര്യം നമ്മൾ സിർണിസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ അത്രയും അധികം ഫിസിക്ക് ബോഡി ഇട്ട് കളിക്കുന്ന രീതിയിൽ നമുക്ക് സിർണിസിനെ കാണാൻ സാധിക്കില്ല. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ദിമിത്രിയോസിന്റെയോ പെപ്രയുടെയോ ലെവലിൽ ആ ഒരു ബോഡി യൂസ് ചെയ്യുന്ന രീതിയിൽ കഴിഞ്ഞ മാച്ചുകളിലൊന്നും അദ്ദേഹത്തെ കണ്ടിട്ടില്ല. സോ അതൊരു മെയിൻ ഡിഫറൻസ് ആയിട്ട്. സോ ആ ഒരു ഫിസിക്കിന്റെ എലമെന്റ് പോകുമ്പോൾ അവിടെ ഈ പറഞ്ഞ ഒരു കോമ്പിനേഷനിൽ എന്തെങ്കിലും ഡിഫറൻസ് വരുമോ എന്നുള്ളതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം തോന്നിയത് 1-on-1 സിറ്റുവേഷനിലുള്ള ഇതിന്റെ ഒരു കൺട്രോളാണ്. അവിടെ പറഞ്ഞ പോലെ ഡ്രിബ്ലിങ്ങും ആ ഒരു എബിലിറ്റീസ് ഒക്കെ ഇദ്ദേഹം കാണിക്കുന്നുണ്ട്. പക്ഷേ ഒരു മെജോറിറ്റി ടൈമിലും ഒരു മാച്ച് എടുത്ത് നോക്കുമ്പോൾ ഒരു മെജോറിറ്റി ടൈമിലും 1-on-1 സിറ്റുവേഷനിൽ ആ ഒരു പ്ലെയറിനെ ബീറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന രീതിയിൽ നമ്മൾ കാണുന്നില്ല. പല സമയത്തും പാസിങ്ങിനെ ആശ്രയിച്ച് പാസ് ചെയ്ത് മൂവ് ചെയ്ത് പിന്നെയും പാസ് വാങ്ങാനാണ് ശ്രമിക്കുന്നത്. അവിടെ നമ്മളിപ്പോൾ ദിമിത്രിയോസിനെ നോക്കുകയാണെങ്കിലും ദിമിത്രിയോസിന്റെയും അത്തരത്തിലുള്ള ടേൺസ് കാണുന്നുണ്ട്. പെപ്പറയുടെയും ടേൺസ് ഉണ്ട്. 1-on-1 സിറ്റുവേഷനിൽ പെപ്പറയുടെ ഒരു ഐക്കോണിക് സാധനമാണ് ആക്സലറേഷൻ യൂസ് ചെയ്ത് സ്പീഡ് യൂസ് ചെയ്ത് ആ ഒരു ഡിഫൻഡറിനെ മറികടന്ന് വളരെയധികം പേസോടുകൂടി മുന്നോട്ട് പോകുന്നത്. അത്തരത്തിലുള്ള എലമെന്റുകൾ വരുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ അറ്റാക്കിൽ ഒരു വലിയ രീതിയിൽ ആക്റ്റീവായിട്ട് നമുക്ക് നമ്മുടെ ഫൈനൽ തേർഡ് കാണുന്നത്. ആ ഒരു രീതിയിൽ 1-on-1 സിറ്റുവേഷനിൽ ഒരു സ്പെഷ്യൽ എഫക്റ്റോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ എലമെന്റോ ഒന്നും സിർണിസിൽ കാണുന്നില്ല. സോ 1-on-1 സിറ്റുവേഷനിൽ നമ്മുടെ മറ്റ് സ്ട്രൈക്കേഴ്സിനുള്ള അത്രയും ഒരു കൺട്രോൾ സിർണിസിൽ ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെ. സോ മെയിൻ ഡിഫറൻസ് ഈ ഫിസിക്കും അതുപോലെ തന്നെ 1-on-1 സിറ്റുവേഷനുള്ള ആ ഒരു പെർഫോമൻസും ആണ്. ഇനി ഇവരിൽ നിന്നും കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നിയത് ടെക്നിക്കൽ എബിലിറ്റിയാണ്. ടെക്നിക്കൽ എബിലിറ്റി അത്യാവശ്യമുള്ളൊരു പ്ലെയറാണ്. പക്ഷെ ഒരു വാസ്കസ് ലെവൽ ടെക്നിക്കൽ എബിലിറ്റി ഫീൽ ചെയ്തില്ല. നമ്മുടെ ജിയാനുവിനോട് അടുത്തോ അല്ലെങ്കിൽ പെപ്പറേക്കാൾ അതിമുന്നിലോ ആണ് ഇതിന്റെ ടെക്നിക്കൽ എബിലിറ്റി. പെപ്പർ അങ്ങനെ ഒരുപാട് ഈ പറഞ്ഞ ഡ്രിബ്ലിംഗ് സ്കിൽസ് എബിലിറ്റീസ് ഒന്നും കാണിക്കാറില്ല. സ്റ്റെപ്പേഴ്സ് ആണ് മെയിനായിട്ട് അത് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ റൊണാൾഡോ ചോപ്പൊക്കെ കാണുന്നുണ്ട്. അത്തരത്തിലുള്ള കുറച്ച് ടെക്നിക്കൽ എബിലിറ്റീസും സ്കിൽഫുൾ ആയിട്ടുള്ള മൂവ്മെന്റ്സും ഇതിലുണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് മെയിനായിട്ട് പറയാനുള്ള കാരണം വാസ്കസ് നമുക്ക് ഫസ്റ്റ് സീസണിൽ ഈ ടെക്നിക്കൽ എബിലിറ്റി കൊണ്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഡ്രോപ്പ് ചെയ്തിട്ട് ഫ്രണ്ടിൽ ആ ഒരു ഡയസിനെ ഫീഡ് ചെയ്യുന്ന ഒരു കാര്യം. ആ ഒരു സാധനം നമുക്ക് കുറച്ചൊക്കെ പ്രതീക്ഷിക്കാവുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു സ്പാർക്ക് കാണിക്കുന്നുണ്ട് സിർണിസ്. ഡ്രോപ്പ് ചെയ്തിട്ട് ത്രൂ ബോൾസ് കളിക്കുന്ന രീതിയിൽ കുറേ സിറ്റുവേഷൻസിൽ സിർണിസിനെ കാണുന്നുണ്ട്. അവിടെ ഈ ടെക്നിക്കൽ എബിലിറ്റി കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി കൺജസ്റ്റഡ് ഏരിയ ഈ പറഞ്ഞ പോലെ മാനേജ് ചെയ്യാനും അവിടെ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള പാസുകൾ കളിക്കാനും ഒരു പക്ഷേ സിർണിസിന് സാധിച്ചേക്കും. ഇത്തരത്തിൽ ഇദ്ദേഹം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദിമിത്രിയോസിലേക്ക് കൂടുതൽ പന്തുകൾ എത്തിക്കാൻ സാധിക്കും. ദിമിത്രിയോസിലേക്ക് പന്ത് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫിനിഷിങ്ങിന്റെ കാര്യം പുള്ളി നോക്കിക്കോളും. സോ ആ ഒരു രീതിയിൽ ഒരു കോമ്പിനേഷൻ വർക്കൗട്ട് ആവാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. ഇദ്ദേഹം ഡ്രോപ്പ് ചെയ്ത് പാസ് കൊടുത്ത് ദിമിത്രിയോസിനെ കൊണ്ട് ഫിനിഷ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഗെയിം സ്റ്റൈലിലേക്ക് മാറാനുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പോസിബിലിറ്റിയാണ് ഈ പറഞ്ഞ പോലെ ഗെയിം സ്റ്റൈൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അവിടെയാണ് ഒരു സ്ട്രെങ്ത് കിടക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. സോ പെപ്രയ്ക്ക് പകരം സിർണിസ് ദിമിത്രിയോസ് കോംബോ വർക്കാവുമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവാണ് ഈ പറഞ്ഞത്. ഈ പറഞ്ഞ ഒന്നും കാണാതെ സിർണിസ് പോലെ ഒരു പ്ലെയറിനെ ലിത്വാനിയൻ ക്യാപ്റ്റനെ ഒന്നും ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരില്ല. അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് ISL-ലേക്ക് വരുമ്പോൾ നമുക്കത് കാണാൻ സാധിച്ചേക്കും. സോ എന്തായാലും ഇത് എന്റെ പരിമിതമായിട്ടുള്ള ഒബ്സർവേഷൻ വെച്ചിട്ട് മാത്രം ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ജസ്റ്റ് ഒരു പ്രഡിക്ഷൻ പോലെയാണ് ഈ വീഡിയോസ് ചെയ്തിട്ടുള്ളത്. ഇതൊന്നും അല്ലായിരിക്കും ചിലപ്പോൾ ഈ സീസണിൽ നടക്കാൻ പോകുന്നത്. ഏത് റോള് കിട്ടും, എവിടെ പോസ്റ്റിംഗ് കിട്ടും, എങ്ങനെ കളിക്കും, ഇതെല്ലാം കംപ്ലീറ്റ്ലി ഫ്യൂച്ചറിലുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് ഒരു ഗെയിംസിൽ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രമാണ് ശ്രമിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കാര്യങ്ങളല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.